നമ്മൾ ഇന്ന് വയക്കാൻ വന്നിട്ടുണ്ട് നമ്മളെ കണ്ടത്തിൽ. പച്ചക്കറിയെല്ലാം നടുന്നേ കണ്ടാന്ന് നമ്മളെ കാട് കയറി ഒരു പ്രാവശ്യം എല്ലാം വയക്കിയതാണ്. എത്രയും പെട്ടെന്നാണ് കാട് കയറി മൂടുന്നത്. ആകെ മൂടിയിട്ടുണ്ടായിന്. എല്ലാ സൗകര്യവും ആക്കിന്. 2 വിള നെല്ല് എടുക്കുന്ന കണ്ടാന്നിതല്ലോ. 2 വിള കഴിഞ്ഞാൽ പിന്നെ നട്ടി നടും. എപ്പോഴും അങ്ങനെയാണ്. ഇപ്പം 2-3 കൊല്ലം തന്നെയായി ശരിക്ക് വിള ഒന്നും ആക്കാത്തത്. ഞാനിങ്ങനെ കിടപ്പിലായി, ഏട്ടന് കഴിയാണ്ടായി. എപ്പോഴും നമ്മൾ ഇതിൽ തന്നെയാണ്. പച്ചക്കറി ആയാലും നെല്ലായാലും അങ്ങനെ കിടന്നു പോയാൽ പിന്നെ ഇതിലായിരിക്കും മക്കൾക്കിനൊന്നും സമയമില്ലല്ലോ. സമയം ഉണ്ടെങ്കിൽ അവരും കൂടെ കൂടുമല്ലോ. അവർക്കും വലിയ താല്പര്യമാണ്. ഇപ്പം കുറച്ച് ഞാനിങ്ങനെ എണീച്ച് കുറച്ച് നടക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ പ്രാവശ്യം നട്ടിന് കുറച്ച് മോള് സ്കൂളിലെല്ലാം പോയി വന്നിട്ടുള്ള അങ്ങനെ വന്നിങ്ങനെ ഞാൻ തീരെ കിടക്കുന്നവണ്ടായിന്. ഇപ്പോൾ പിന്നെ കുറച്ചിങ്ങനെ നടക്കാൻ തുടങ്ങുമ്പോൾ എനിക്കൊരു വല്ലാതൊരു ഇതായി. ഇഷ്ടംപോലെ പശുക്കളും കാര്യങ്ങളും ബയോഗ്യാസും എല്ലാം ഉണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ ഒന്നും വാങ്ങിയൊന്നും വേണ്ടല്ലോ. ഇത്രയും കാലം അങ്ങനെയാണല്ലോ. ഇപ്പോൾ പിന്നെ പശുവൊന്നുമില്ല. പിന്നെ പച്ചക്കറിക്കെല്ലാം ഇത് മാത്രമാണ് നമുക്ക് കോരിക്കൊണ്ട് വയ്ക്കും. ചെറിയ കോരിക്കൊണ്ട് വയ്ക്കും. നന്നായിട്ട് നമുക്ക് വേണ്ടുന്ന പച്ചക്കറി ഇതിലധികം ഉണ്ടാവും. എല്ലാവർക്കും കൊടുക്കാനും ഉണ്ടാവും. ഇപ്പോൾ പ്രാവശ്യം നടണം. ഇപ്പോൾ എല്ലാവരും നട്ടന്നേ നട്ടു. നമുക്കിവിടെ വെള്ളമില്ലതുകൊണ്ട് കുറച്ച് പൊന്തിച്ചിട്ട് ഇവിടെയാണ് നമ്മൾ ആദ്യം കുറച്ചെല്ലാം നടും. പിന്നെ ഇനി മൊത്തം നടാനാണ്. ബാക്കിയിലെ നെല്ല് മൂർന്ന് കഴിഞ്ഞിട്ടാകുമ്പം നിറയെ വെള്ളരിയെല്ലാം നടും. ഇഷ്ടംപോലെ നടും. അങ്ങനത്തെ ഒരു കാലമാണ് ഉണ്ടായിന്. നമുക്ക് പറ്റും പോലെ ചെയ്യാം. നമുക്ക് അത് 2 മക്കളും എല്ലാം പഠിക്കട്ടെ. കുഞ്ഞുമക്കളും എല്ലാം നമ്മ ഇങ്ങനെ നിന്ന് കൊടുത്താലും അവർ ചെയ്തോളുമല്ലോ. മുമ്പത്തെ 2 നേന്ത്രവാഴയാണ്. കൊല കൊത്താനായി അതിൻ്റെ. അതുകൊണ്ട് ഒന്ന് കൊലച്ചു. 2 നേന്ത്രവാഴ അത് കന്നാക്കിയിട്ട് ഇങ്ങനെ കാട് കയറിയതിൻ്റെ ഉള്ളിലേടാ. അങ്ങനെല്ലാം ഉണ്ടാവും ഇവിടെ നട്ടാൽ. ഈ വയക്കുന്നവൻ നല്ലൊരു കലാകാരനും കൂടിയാണ് ചന്ദ്രൻ. നല്ല കലാകാരനാണ്. മുമ്പെല്ലാം ഇവിടെയെല്ലാം ഒരുപാട് ആൾ നിരന്ന് നട്ടി നടലും അങ്ങനെല്ലാം. ഇപ്പം ആരും എവിടെയും ഇല്ലല്ലോ. എല്ലാം ഉദ്യോഗസ്ഥന്മാരല്ലേ. ഇതിനായിട്ടുള്ളവരെല്ലാം ഇല്ലാതായി. പച്ചക്കറിയിൽ നിന്നെല്ലാം ഉണ്ടാക്കുന്നവരെല്ലാം കൃത്യമായിട്ട് വിളയിലിറക്കലും കൊയ്യലും എല്ലാം ഉണ്ടായതാണ്. ഈ വയൽ എപ്പോൾ ഉണർന്നിരിക്കുന്ന വയലാണ്. ഞാനാണെങ്കിലും ഞാൻ രാവിലെ എല്ലാം വീട്ടിലെല്ലാം പണിയൊരുക്കിയപാട് ഞാൻ കണ്ടത്തിലെത്തും. പിന്നെ ഞാനിങ്ങനെ പോവുകയില്ല. കണ്ടത്തുനിന്ന് എത്ര കണ്ടത്തിൽ പണിയെടുത്താലും എനിക്ക് മതിയാവില്ല. അങ്ങനെയാണ്. കിട്ടുന്ന സമയത്തെല്ലാം ഞാൻ വരും കണ്ടത്തിലേക്ക്. അടുത്തല്ലേ ഇരുന്ന് അത്രയും പോകേണ്ടതാ. നോക്കിയാൽ കാണുന്നത് നമ്മളെ വീടാണ്. അത്രയും ഇല്ലേ, ഒരു വളപ്പാണ്. ഈ ഒരു വളപ്പ് കഴിഞ്ഞപാട് നമ്മൾ ആട് നല്ല കാണും. ഇങ്ങോട്ട് കാടില്ലെങ്കിൽ എല്ലാം കണ്ടാലും എപ്പോഴും കാണും നമുക്ക്. ഒരു നല്ലൊരു സ്ഥലമാണ്. എത്ര എടുത്താലാണ് നമുക്ക് മതിയാവില്ല. നമ്മളെ ജീവൻ തന്നെ കൃഷിയെല്ലാമാണ്. കൃഷി എത്ര ചെയ്താലും നമുക്ക് മതിയാവില്ലല്ലോ. എൻ്റെ മക്കളെല്ലാം കുറച്ച് കൊണ്ടുവരാൻ നമ്മൾ നോക്കാനുണ്ട്. ഇവർ വഴി തന്നെ ഉണ്ടാകും. ഞാൻ കണ്ടത്തിൽ പണിക്ക് വന്നാലും ഇതേമാതിരിയാണ്. ഒപ്പം ഇവർ തന്നെ ഉണ്ടാകും. കുറുക്കന്മാരും എല്ലാം ഉണ്ടാകും ഒന്നിച്ച് തന്നെ. നല്ല പരിചയക്കാരമാതിരിയാണ് ഉണ്ടാകും. കുറുക്കനെല്ലാം വരുമ്പോൾ തന്നെ ഉണ്ടാകും. ഞാനിങ്ങനെ കണ്ടത്തിലുണ്ടാകുമ്പോൾ കിണറുണ്ട്. വയ്ക്കുന്നതിൻ്റെ അപ്പുറം അതും എല്ലാം കാട് മൂടിയിട്ടായില്ലേ. നല്ല കിണറെല്ലാം ഉണ്ടാക്കി ഇങ്ങനെ തന്നെ. കല്ലെല്ലാം ഇങ്ങനെ ചുമന്ന് കൊണ്ടുവന്ന് പെട്ട് കേട്ടനുണ്ടാകുമ്പോൾ പിന്നെ അതെല്ലാം ഒരു ആവേശമാണ്. ഇത്രയും നടലെന്നറിയാം. നട്ടിയലാണ്. സമയമില്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും ചെയ്യും. അത് എങ്ങനെയെല്ലാം നല്ല ഇതെല്ലാം ആക്കിയിട്ടൊന്ന് കാണിച്ചു തരാം. നട്ടിയെല്ലാം നട്ടിട്ട് പച്ചക്കറിയെല്ലാമായിട്ട് നല്ല വീഡിയോ ആക്കിയിട്ട് കാണാൻ നോക്കി കണ്ടുകൊണ്ട് നിൽക്കുക. പുതിയ വീഡിയോ ആയിട്ട് വരാം.